ശ്രീ വിനോദ് പായം, നേരത്തെ തന്നെ റഹീം അടക്കം താങ്കളടക്കം ചൂണ്ടിക്കാട്ടിയതാണ് 6 മാസം മുതൽ 30 വർഷം വരെ താമസിക്കുന്നവരെയാണ് ഒരു അർദ്ധരാത്രിയിൽ ഒരു കൊടും തണുപ്പത്ത് ഇറക്കി വിട്ടത്, ബുൾഡോസർ രാജി പ്രയോഗിച്ചത്. ഇത് ഒരു മറുന്യായമുണ്ടല്ലോ അവർക്ക്. ഭരണകൂടം എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത് ഇതിനെ? ഈ ബാംഗ്ലൂർ വികസന കാര്യങ്ങൾക്കായിട്ടുള്ള അതോറിറ്റി അവരുടെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ലാൻഡ് തിരിച്ചെടുക്കുന്നത് എന്നാണ് അവർ പറയുന്ന ന്യായം. അതേസമയത്ത് ബാംഗ്ലൂരിൽ മൊത്തം ഇത്തരത്തിലുള്ള ധാരാളം കടന്നുകയറ്റങ്ങൾ, എൻക്രോച്ച്മെന്റുകൾ വ്യാപകമായിട്ടുണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. ഏതാണ്ട് 200 മുസ്ലിം ആദിവാസി കുടുംബങ്ങൾ മാത്രം, ദളിത് വിഭാഗങ്ങൾ മാത്രം താമസിക്കുന്ന ആ മേഖലയിൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അവർ പറയുന്നത് 2 ദിവസം മുമ്പേ ആ ഭാഗത്ത് വൈദ്യുതി നിശ്ചയിച്ചിരുന്നു. ഈ പെട്ടെന്നുള്ള അറ്റാക്ക് ഉണ്ടാകുമ്പോൾ 4 ബുൾഡോസറുകളായി വന്നിട്ട് പെട്ടെന്നുള്ള അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വീടിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം പുറത്തേക്ക് വലിച്ചിട്ടിട്ട് എല്ലാ ആൾക്കാരെയും പുറത്തേക്ക്, കുട്ടികളെ അടക്കം, പുലർച്ചെയാണെന്ന് നോക്കണം. ബാംഗ്ലൂരിൽ കടുത്ത മഞ്ഞും കടുത്ത തണുപ്പുമാണ്. ഈ തണുപ്പ് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ പൊടിമണ്ണിലേക്ക് ഈ 200ഓളം കുടുംബങ്ങളെ, ഏതാണ്ട് 1000ഓളം പേരെ പുറത്തേക്ക് വലിച്ചിട്ട്, നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ യുദ്ധമുഖത്തൊക്കെ കാണുന്ന പോലെയുള്ള പൊടി നിറഞ്ഞ സിമന്റ് ഇഷ്ടികകൾ മറഞ്ഞ വീട്ടുപകരണങ്ങൾ മറിഞ്ഞു വീണ തകർത്ത വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടത്തേക്കാണ് AM റഹീം MP-യുടെ നേതൃത്വത്തിലുള്ള DYFI സംഘം എത്തിയത്. ഓരോ വീട്ടുകാരും അവരുടെ പഴയ വീടുണ്ടായ ആ മണൽക്കുനക്ക്, ആ സിമന്റ് കട്ടകൾക്ക് മുകളിൽ നിന്ന് അവർ അവരുടെ സങ്കടം MP-യോട് വിവരിച്ചു. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ഥലം MLA ആയിട്ടുള്ള റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗുഡ, അദ്ദേഹം ഈ ഏതാണ്ട് 8 ദിവസമായി ഈ സംഭവം നടന്നിട്ട് ഒരു ദിവസം പോലും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ ഈ ഇരകളായിട്ടുള്ള ആൾക്കാർ ഒരു ദിവസം റവന്യൂ മന്ത്രിയുടെ വീട് ഉപരോധിച്ചിട്ട് പോലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇന്നിപ്പോ റഹീം വന്ന് ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ വന്നതിന് പ്രകാരം ഇപ്പൊ നിലവിൽ AICC വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കന്നഡ ചാനലുകൾ പുറത്തുവിടുന്നുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് അറിയില്ല. അത് ഡൽഹിയിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇവിടെ ഈ 8 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിന് ശേഷം നേരത്തെ റഹീം ചൂണ്ടിക്കാണിച്ച പോലെ ഇന്നലെ ഉച്ചയ്ക്കും, അത് ഇവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഉച്ചയ്ക്ക് അവരുടെ പ്രാർത്ഥനാ സമയത്ത് അവർ സംഘടിതമായി എത്തി. അതായത് ഈ കോവിഡ് കാലത്തൊക്കെ കാര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വളണ്ടിയർ സേന സർക്കാർ തന്നെ രൂപീകരിച്ചിരുന്നു. ആ ഒരു ആക്ഷൻ ഫോഴ്സ് പോലുള്ളൊരു സംഗതിയാണ്. അവർ അവരുടെ വലിയ ജീപ്പുകളിൽ വന്നിട്ട് അവർ ഈ ഇന്നലെ ഉച്ചയ്ക്ക് ഇവരെ ആട്ടി പായിക്കാൻ നോക്കി. ഉച്ച സമയത്താണെന്ന് ഓർക്കണം. ആ സമയത്ത് ഈ ഇവിടുത്തെ NGO-കളൊക്കെ കൂടി, ഇവിടുത്തെ നാട്ടുകാർക്ക് കൂടി മനുഷ്യമതിൽ തീർത്തിട്ടാണ് അവരെ പ്രതിരോധിച്ചത്. തൽക്കാലം അവർ തിരിച്ചു പോയിട്ടുണ്ട്. അതായത് ഈ നിലവിലുള്ള ഈ ഇവിടുത്തെ എൻക്രോച്ച്മെന്റ് എന്ന് ആരോപിക്കുന്ന ഇത്തരം ദുർബല മേഖലകൾ തുരത്തി ഓടിച്ചാൽ ബാംഗ്ലൂരിന്റെ ചുറ്റുവട്ടത്തുള്ള സമാനമായിട്ടുള്ള ചേരിക്ക് സമാനമായിട്ടുള്ള ഈ പ്രദേശങ്ങളൊക്കെ തന്നെ തുരത്തി ഓടിച്ചിട്ട് അവർക്ക് അവരുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നായിരിക്കും സർക്കാർ വിചാരിക്കുന്നത്. അതിന് അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചത് UP-യിലൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടിട്ടുള്ളത് പോലെ, UP മുഖ്യമന്ത്രിയൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ, യോഗി ആദിത്യനാഥ് ഒക്കെ ചെയ്തിട്ടുള്ളത് പോലെ ബുൾഡോസർ രാജ്, നമ്മളൊക്കെ ഈ ഉത്തരേന്ത്യയിലൊക്കെ വാർത്തകൾ കണ്ടിട്ടേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ അത് അടുക്കം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ 115 കുട്ടികൾ ഇവിടുത്തെ പുറത്തെ സ്കൂളുകളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടികളും അവർക്ക് പാഠപുസ്തകമോ ആയിരിക്കുന്ന വസ്ത്രങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇവിടെ ഈ പൊടിമണ്ണിൽ നിറഞ്ഞ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട്. കുറച്ച് വലിയ കുട്ടികൾ ദുഃഖഭാരത്തോടുകൂടി അവിടെ ഇരുന്ന് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പൊതുവിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പരിസ്ഥിതി പരിചയമുള്ള ഒരു അവസ്ഥയല്ല. അത്ര ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ശരി, വളരെ നന്ദി ശ്രീ വിനോദ് പായം.